Hello, welcome back to my YouTube channel. Hope you all are doing good and great. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ് വ്ളോഗാട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ റൂം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ മെസ്സ് ഞങ്ങൾ ഈ വാർഡ്രോബാട്ടോ. അതും എൻ്റെ സൈഡാണ്, ഏട്ടൻ്റെ സൈഡല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഫ്രീ അതിനുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അതിനുകൊണ്ടാണ് ഫസ്റ്റ് മടക്കി വെക്കാത്തതായിട്ടുള്ള എല്ലാ തുണികളും ഞാൻ എടുത്ത് ബെഡിലേക്ക് ഇട്ടത് കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല, കാരണം ഇനിയും ക്ലോത്ത്സ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ അത് ഞാൻ ഒറ്റ ക്ലീൻ ചെയ്തിട്ടെങ്കിൽ റെഡി ആവില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വാരി വലിച്ച് കിടക്കും, എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഫസ്റ്റ് എല്ലാ കുർത്തകളും ഷോർട്ട് കുർത്തകളും അങ്ങനെ ഓരോ ലെവലായിട്ട് മാറ്റി വെക്കാമെന്ന്. അതാവുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഡ്രസ്സ് ഇത്രയല്ലേ ഉള്ളൂ, ഇത് പെട്ടെന്ന് തീരൂലേ, അങ്ങനത്തെ തോട്ടം നമ്മൾ മനസ്സിൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാ ഡ്രസ്സുകളും നമ്മൾ മടക്കി വെക്കും. നോട്ട് ദ പോയിന്റ് വിത്തൗട്ട് എനി മടി. അങ്ങനെ ഞാൻ ഫൈനലി ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കി വെക്കുമ്പം പെട്ടെന്ന് തീരും ചെയ്യും. മടി പറഞ്ഞ സാധനം എടുത്ത് വരും ചെറുതായിട്ടൊക്കെ. ആ മടി ഇല്ലാണ്ടാക്കാൻ ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പാട്ട് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ ഷോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ട് ഞാൻ മടക്കി വെക്കും. അപ്പം ഞാൻ ഏകദേശം എൻ്റെ മടക്കൽ പരിപാടി തുടങ്ങിയിട്ട് ഇങ്ങനെയാക്കിയാണ്. ഇത് കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണോ മടക്കലെന്ന്. ഇതാണ് എൻ്റെ ഉടായ്പ മടക്കൽ കേട്ടോ. ജസ്റ്റ് ശരിക്കുള്ള മടക്കൽ ഇങ്ങനെയൊന്നല്ല, ശരിക്കുള്ള മടക്കൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം ഞാൻ മടക്കി വെച്ച ഓരോ ഡ്രസ്സായിട്ട് അങ്ങനെ അലമാരയിൽ മെല്ലെ എടുത്ത് വെക്കേനു. അപ്പം ഏകദേശം ഡ്രസ്സുകളുടെ ഭാഗം കഴിഞ്ഞിട്ടോ. ഇത്രയേ ഉള്ളൂ. മുകളിലത്തെ ഭാഗം ഏട്ടൻ്റെയും കൂടിയാ. എൻ്റെ വൃത്തിയാക്കി കഴിഞ്ഞല്ലോ, ഇനി ഏട്ടൻ്റെ കൂടി വൃത്തിയാക്കിയില്ല എന്ന് വേണ്ട. അപ്പം ഞാൻ ഏട്ടൻ്റെ വൃത്തിയാക്കി കൊടുത്തിട്ടോ. പിന്നെ എൻ്റെ ഈ നൈറ്റ് ഡ്രസ്സ് കണ്ടോ, ഇത് ഞാൻ റീസെൻ്റായിട്ട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതേനു കേട്ടോ. ഇപ്പം ഞാൻ നല്ല ഒബ്സസ്ഡ് ആണ് അതായിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും കുറച്ച് നേരം കിടന്നിട്ടൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങിയതാട്ടോ. ഈ 2 ഡ്രോയർ ഇത് ഞാൻ കാര്യമായിട്ട് വൃത്തിയാക്കുന്നില്ല, കാരണം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇതിൻ്റെ കൂടെ ഇത്രയും വൃത്തിയാക്കാനൊന്നും പറ്റൂല. അതിനോട് ജസ്റ്റ് ഞാനത് കാണിച്ചിട്ട് ഇത്രയും ഇല്ലേ വിചാരിച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് എടുത്താട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. നെറ്റിൻ്റെ കോച്ചിങ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് ബുക്സും പേപ്പേഴ്സും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളേ ഉള്ളൂ. അതായത് ഫോൺ കേസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നിന് കേട്ടോ. അപ്പം ചെറിയൊരു കോസ്റ്റ്യൂം ചേഞ്ച് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ പുറത്ത് പോയതേനു. പുറത്ത് പോയിട്ട് 1-2 സാധനം വാങ്ങാനും ഉണ്ടേനു. അപ്പം എൻ്റെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കേനു. അപ്പം ഞാൻ പിന്നത്തേക്ക് ഇനി വെക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ അറിയോ, ഇത് അങ്ങനെ തന്നെ നിൽക്കും. ഞങ്ങൾ എടുത്തതിൻ്റെ മേലിൽ പിന്നെ സാധനങ്ങൾ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഏകദേശം ആ ഭാഗം ഞാൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെറ്റിൻ്റെ കോച്ചിങ് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കുറേ പേപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഡെസ്കും ഇല്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ബുക്സ് വെക്കൽ. പിന്നെ എൻ്റെ ബുക്സ് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ല, 3-4 ബുക്സൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ബുക്കിൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ കുറച്ച് വീഡിയോസിൽ ആ ബുക്കുണ്ട്, അത് ഇത്രയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ നല്ലൊരു ബുക്കാണത്. പിന്നെ അത്യാവശ്യം എൻ്റെ ജേർണൽ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ ട്രൈപോഡും ഫോണിൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്ത് വൃത്തിയാക്കുന്നത്. കാരണം ഞങ്ങളിങ്ങനെ റൂമിൻ്റെ ജനൽ തുറന്നിടുന്നതും കൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് റൂമിലേക്ക് പൊടികൾ കയറും. പിന്നെ ആ കുഞ്ഞു ടേബിൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് പോക്കുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാർക്കോ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരികയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഫോട്ടോ ഞങ്ങൾ അവിടെ തന്നെ ആണ് വെക്കൽ. അതിനോണ്ട് തന്നെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇതിൻ്റെ മുകളിലും ചെറിയ പൊടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി അവിടെ തന്നെ ഓട്ടോ വെച്ചത്. പിന്നെ വൈകുന്നേരം ആകുമ്പം ഈ റൂം കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാട്ടോ. മിറർ ബോളിനെയും കൊണ്ടും ആ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതും കൊണ്ടും. പിന്നെ അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക് പൗച്ച് റെഡിയാക്കാൻ നോക്കി. പണ്ടത്തെ പോലെയൊന്നും ഇപ്പം അങ്ങനെ ലിപ്സ്റ്റിക്ക് കളക്ട് ചെയ്യാനുള്ള മൂടൊക്കെ പോയി. എന്താർക്കറിയാം, ഇങ്ങനെ വരാത്തയാണല്ലോ. എന്താർക്കറിയാം, കുറേ മൂടുകളൊക്കെ ഇപ്പം പോകുന്നു. ഇനി ഞാൻ തന്നെ എവിടേക്കെങ്കിലും പോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലുണ്ടായിന് 1-2 സാധനങ്ങളൊക്കെ എടുത്ത് ബെഡിലേക്ക് ഇട്ടിനു. പിന്നെ ഈ 2 ഡ്രോയേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ക്ലീൻ ചെയ്യാൻ. അതെന്തായാലും ഞാനിപ്പം ചെയ്യുന്നില്ല, കാരണം കുറേ വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡൊക്കെ ഔട്ടാവും. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ വരാണ്ട്, ആ മോട്ടിവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഈ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരാൾ നിർബന്ധിപ്പിച്ച് ചെയ്യുമ്പം അതിഷ്ടമില്ലാണ്ട് ചെയ്യുന്ന രീതിയിലാവും. പിന്നെ അത് ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം അങ്ങനെയാണ്, നമുക്ക് തോന്നി വൃത്തിയാക്കുമ്പം നല്ല വൃത്തി ഉണ്ടാവും. ഒരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അത് വേറെ ഒരു തൃപ്തി ഉണ്ടാവില്ല, നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതിനോട് ഞാൻ പറയുകയാണ്, വൃത്തിക്ക് അവനവന് തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. അതിൻ്റെ മേജർ എക്സാമ്പിളാണ് എൻ്റെ ഈ 2 ഡ്രോയർ. ഞാൻ അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ആ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളൂ.
പിന്നെ ഞാൻ ഈ ഒരു ഭാഗമാണ് വൃത്തിയാക്കാൻ വേണ്ടി പോയത്. പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ കരയായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊന്നും ഇല്ലേനു. അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ബെഡ്റൂമിലേക്ക് ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ അവിടേക്ക് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യാണ്. കാരണം ഞാൻ അവിടെ നിന്നാണ് പ്രേ ചെയ്യൽ. അതിനുകൊണ്ട് തന്നെ അവിടെ ഒരു കുഞ്ഞ് ക്യാൻഡിലും ഈശോൻ്റെ ഒരു രൂപവും കൊന്തയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയോ കാര്യങ്ങളോ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ജസ്റ്റ് തട്ടിക്കുടഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടോ. ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പൂച്ചക്കുട്ടിയാണത്. അതാണ് ഓറിയോ. അതിങ്ങനെ ഈ മിറർ ബോളിൻ്റെ ലൈറ്റ് വരുന്ന അനുസരിച്ചിട്ട് അങ്ങനെ തട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പം വിചാരിച്ച ഫോട്ടോ ആയിട്ട് വീണാലോ വിചാരിച്ച ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളെ ബെഡ് ജസ്റ്റ് തട്ടിക്കുടയുന്നേ ഉള്ളൂ. കാര്യമായിട്ടുള്ള പൊടികളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാം നേരം ഞങ്ങൾ തട്ടിക്കുടഞ്ഞിട്ടാണ് കിടക്കൽ. അതിനുകൊണ്ട് പിന്നെ ഈ കംഫർട്ടർ ഒന്ന് വിരിച്ച് കഴിഞ്ഞ് ഏകദേശം ഒക്കെ സെറ്റായിട്ടോ. പിന്നെ ഏകദേശം കഴിഞ്ഞിട്ടോ. ഇനി ജസ്റ്റ് എനിക്ക് അടിച്ച് വാരണം തുടയ്ക്കാനൊക്കെ തന്നെ ഉണ്ടേനുള്ളൂ. ഞാൻ തുടയ്ക്കുന്നില്ല, കാരണം എനിക്ക് നല്ല ഉരവേദന ഉണ്ട്. പിന്നെ ഞാൻ അടിച്ച് വാരിയതിന് ശേഷം ഈ സാധനം അവിടെ വന്ന് നിന്നിട്ട് കൂട്ടാൻ സമ്മതിക്കുന്നില്ല, അതറിയോ. പിന്നെ അതിനെ മാറ്റിയിട്ടാട്ടോ കൂട്ടാനൊക്കെ നിന്നത്. ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റൂമാട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായി ഒക്കെ ഒന്ന് ഓർഗനൈസ്ഡായി റെസ്റ്റ് ചെയ്യുന്ന പോലെ. പിന്നെ ഞാൻ ചെറിയൊരു റൂം മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മെല്ലെ മെല്ലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് കാണാനും നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.